2014 ഇവർ ഇന്റർനാഷണൽ ഒരു ഹിന്ദു കോൺഫറൻസ് വിളിച്ചു കൂട്ടി ഡൽഹിയിൽ. അതിൽ വെച്ച് പറഞ്ഞു M5 5 ശത്രുക്കളുണ്ട്: മെക്കാളിസം, മെറ്റീരിയലിസം, അതുപോലെ തന്നെ മാർക്സിസം, മിഷണറിമാർ, അതുപോലെ തന്നെ മുസ്ലിങ്ങൾ. 5 പേരെ പ്രഖ്യാപിച്ചു. അത് നിഗ്രഹിക്കാൻ വേണ്ടി എത്രയോ സംഭവങ്ങളാണ്. 2014 173 ആക്രമണങ്ങളാണ് ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ടവർക്കെതിരെ ഉള്ളത്. പിന്നെ ഓരോ വർഷം എത്തുമ്പോഴും 100 കൂടും. ഇപ്പോൾ അവസാനം കഴിഞ്ഞ വർഷം 734 ഈ വർഷം അത് 834. മൊത്തം നോക്കിയാൽ ഒരു 4639 ആക്രമണമാണ് ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർക്കെതിരെ, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വിശ്വാസികൾക്കെതിരെ. അത് നടത്തുമ്പോൾ ഇവിടെ കേക്കും കൊണ്ടുവരും, വൈൻ കൊണ്ടുവരും, അതുപോലെ തന്നെ സൗഹൃദ സംഭാഷണത്തിന് വരും, കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അതുകൊണ്ട് കൊന്തയൊക്കെ കൊടുത്തിട്ട് പറയും നമ്മൾ ഭായി എന്ന് പറയും. അത്തരത്തിൽ ഇവിടെ വലിയ അടുപ്പം കാണിക്കുന്നു. ക്രിസ്മസ് ഈസ്റ്ററിന് പോയി വടക്കേന്ത്യയിൽ അടുപ്പം കാണിക്കും. പിറ്റേ ദിവസങ്ങളിൽ നല്ല കഴുത്തു നോക്കി വെട്ടുകയും ചെയ്യും, ക്രൂരമായി ആക്രമിക്കുകയും ചെയ്യും, നല്ല തല്ലി ഓടിക്കുകയും ചെയ്യും. ചില പുരോഹിതന്മാർ വന്ന് പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഈ ലോഹ ധരിച്ച് പുറത്തിറങ്ങിയ അടിയുടെ പൂരമാണെന്ന് പറഞ്ഞില്ലേ. കയ്യിൽ ഏതെങ്കിലും കുരിശും പിടിച്ചുകൊണ്ട് ഇറങ്ങുകയോ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്രൂരമായിട്ടുള്ള ആക്രമണമാണെന്നല്ലേ പറഞ്ഞ്. ഇപ്പൊ സ്റ്റെയിൻസ്വാമിയുടെ കാര്യം ബഹുമാനപ്പെട്ട ഫാദർ പറഞ്ഞില്ലേ, 2 കത്താ ജയിലിൽ കിടന്ന് എഴുതിയത്. ആ കത്തെന്താ? എനിക്ക് പാർക്കിൻസൺസ് രോഗമാണ്, എൻ്റെ കയ്യിലെ വിരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ ഒരു സ്പൂണ് വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. പരമോന്നത നീതിപീഠത്തോട് ആവശ്യപ്പെട്ടെ കൊടുക്കാൻ സമ്മതിച്ചോ? ഭക്ഷണം കഴിക്കാൻ സമ്മതിച്ചോ? രണ്ടാമത്തെ കത്തെന്താ? കാലിൽ ചെങ്ങല ഇട്ടിരിക്കുകയാണ്, എനിക്ക് ബാത്റൂമിൽ പോകുമ്പോഴെങ്കിലും എൻ്റെ ചെങ്ങലയൊന്ന് മാറ്റി തരണമെന്നാ രണ്ടാമത്തെ കത്ത്. പരിഗണിച്ചോ? കൊടുത്തോ? 84-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന അഭിമാനം കൊള്ളുന്ന ഇന്ത്യയിൽ ജയിലിൽ കിടന്ന് ജീവിതം മുഴുവൻ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാറ്റിവെച്ച ഒരു പോരാളി ക്രൂരമായി കൊല ചെയ്യപ്പെടുക, മരിച്ച് പോയ വാർത്തയാണ് കോടതിയിലേക്ക് എത്തിയത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ആ മണിപ്പൂരിൽ പാവപ്പെട്ട സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടില്ലേ? പുറത്തു പറയാൻ പറ്റുന്ന കാഴ്ചയാണോ? പ്രധാനമന്ത്രി എന്താ പറഞ്ഞത്? ആ ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് നാണക്കേടുണ്ടായിന്ന. ആ മണിപ്പൂർ സന്ദർശിക്കാനോ കലാപം അടിച്ചമർത്തുവാനോ ഏതെങ്കിലും ഒരു ഇടപെടൽ നടത്തിയോ? ഈ മലപ്പുറം ജില്ലയുടെ വലിപ്പമുണ്ടോ മണിപ്പൂരിന്? രാജ്യത്തിന്റെ പട്ടാളം വിചാരിച്ചാൽ 10 മിനിറ്റുകൾക്കുള്ളിൽ ആ കലാപം അടിച്ചമർത്താൻ പറ്റില്ലേ? എന്താ സ്ഥിതി? ഇപ്പോഴും ഒരു വാക്ക് പ്രധാനമന്ത്രി ആ വിഷയത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇവിടെ ന്യൂനപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ അത് കൃത്യമായ അജണ്ട വച്ച് ഹിന്ദുത്വ അജണ്ടയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ പ്രതിഷേധിച്ചോ? കള്ളക്കേസിൽ കൊടുക്കും, ജയിലിലിടും, വിചാരണ ഉണ്ടാവില്ല. അതുപോലെ NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, CBI എല്ലാത്തിനെയും ഞങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ പ്രതിഷേധിച്ച് തെരുവീതികളിൽ ഇറങ്ങിയോ? നിങ്ങളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കും. ബുൾഡോസർ രാജ്യം. സുപ്രീം കോടതി എത്ര തവണ ഇടപെട്ടു? ആ ഇടപെട്ടിട്ടും നമ്മൾ കണ്ടില്ലേ, ഇവിടെ UP-യിലടക്കം എത്രയോ വീടുകളാണ് തകർത്ത്. ആ വീട് വീണ്ടും പുനർനിർമ്മിച്ചു കൊടുക്കാൻ സുപ്രീം കോടതി പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? ഈ രാജ്യത്തെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇത്തരം നുണ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞങ്ങൾ ന്യൂനപക്ഷത്തിന്റെ കൂടെയാണ്, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. കുറെ നേതാക്കന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ, ഷോൺ ജോർജ് അടക്കം. ഒരു വാക്ക് ഉച്ചരിക്കുന്നുണ്ടോ? വടക്കേന്ത്യയിൽ പോയില്ലേ ഒരു നേതാവ്? ആ നേതാവ് നുണയല്ലേ പറഞ്ഞത്? പ്രോസിക്യൂഷൻ എതിർത്തില്ല, ജാമ്യം കൊടുത്തോളോ എന്നാണ് പറഞ്ഞത്. അപ്പൊ ഉത്തരവ് പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ കണ്ടില്ലേ ആരൊക്കെയാണ് എതിർത്ത്, എന്തൊക്കെയാണ് എതിർത്ത്. ഈ പാവങ്ങൾക്ക് എന്ന് ജാമ്യം കിട്ടും? NIA കോടതി എന്ത് പരിഗണിക്കും? കേസില്ലെങ്കിൽ കേസില്ല എന്ന് പറയണ്ടേ? 2 വകുപ്പിട്ടു, ആ 2 വകുപ്പും നിലനിൽക്കില്ലെന്ന് പകൽ പോലെ നമ്മുടെ മുന്നിൽ വ്യക്തമല്ലേ? ഈ മതപരിവർത്തന നിയമം എന്നൊക്കെ പറഞ്ഞാൽ ഒരു മതത്തിൽ 6 കൊല്ലമായി പ്രവർത്തിക്കുന്നു എന്ന് അവർ പറഞ്ഞില്ലേ? അവരങ്ങനെയല്ല പ്രവർത്തിക്കുന്നതെന്ന് പറയാൻ ബജരംഗ് ദളിന് എന്താ അധികാരം? സംഘപരിവാറിന് എന്താ അധികാരം? ഇവരാണോ അജണ്ട തീരുമാനിക്കുന്നത്? കോടതി വളപ്പിൽ പ്രകടനം നടത്താൻ ഇവർക്ക് ആരാ അധികാരം കൊടുത്തേ? എന്ത് തോന്നിവാസവും ചെയ്യാം, ആരും ചോദിക്കില്ല. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ പൂർണ്ണമായിട്ടുള്ള പിന്തുണയുണ്ട്, ചില സംസ്ഥാനങ്ങളിലെ പോലീസിന്റെ പിന്തുണയുണ്ട്. ആ അത്തരത്തിലുള്ള ഒരു അജണ്ട കേരളത്തിലേക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇറങ്ങിത്തിരിക്കുന്നത്. അതൊക്കെ കൈവശം വച്ചാൽ മതി, അതിശക്തമായിട്ട് പ്രതികരിച്ച് രംഗത്ത് വരും. ഇവിടെ ബഹുമാനപ്പെട്ട ഫാദർ സൂചിപ്പിച്ചതുപോലെ അടുത്ത കാലത്ത് ചില പുരോഹിതന്മാർക്ക് ഒരു സ്നേഹമൊക്കെ തോന്നിയിരുന്നു BJP-യോട്, സംഘപരിവാറിനോട്. കാരണം ഈ കേക്കും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ ഒന്ന് സ്വീകരിച്ചിരുത്തി. കാരണം അതിന്റെ മാറ്റം ചില മണ്ഡലങ്ങളിലും വന്നു. പക്ഷെ ദീപിക ദിനപത്രം അടക്കം എഡിറ്റോറിയൽ എഴുതി, കേരളത്തിന് പുറത്ത് ഒരൊറ്റ സംസ്ഥാനങ്ങളിൽ ഞങ്ങൾക്ക് മതപരമായ പ്രവർത്തനം നടത്താൻ, മിഷണറി പ്രവർത്തനം നടത്താൻ കഴിയുന്നില്ല കേരളത്തിലെ കൂട്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ആ മാറ്റം വളരെ സ്വാഗതാർഹമാണ്. സത്യം തിരിച്ചറിയുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായി. ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് വലുത്. ആ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് വലുത്. നമുക്കറിയാം മൗലിക അവകാശങ്ങൾ. ഏത് മതത്തിലും വിശ്വസിക്കാം, ഏത് മതത്തിലുള്ള വിശ്വാസത്തെയും പ്രചരിപ്പിക്കാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. വിശ്വാസമില്ലാതെ ജീവിക്കാം. അതാണ് നമ്മുടെ നാടിന്റെ പ്രത്യേകത, വൈവിധ്യം, ബഹുസ്വരത. അത് തകർക്കാൻ ആര് ശ്രമിച്ചാലും ഒറ്റക്കെട്ടായി അണിനിരന്ന് ആ അത്തരത്തിലുള്ള ശ്രമങ്ങളെ ചെറുത്തു തോൽപ്പിക്കണം. അതിനുള്ള കൂട്ടായ്മയാണ് വളർന്നു വരേണ്ടത്. ഇവർ നമ്മളെ ഉറ്റിക്കൊടുക്കുന്ന, ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്ന, നുണ പ്രചരിപ്പിക്കുന്ന ഈ ശ്രമത്തെ ചെറുത്തു തോൽപ്പിക്കണം, ജനങ്ങൾക്കിടയിൽ തുറന്നു കാണിക്കണം.